നമ്മൾ അവിയലുണ്ടാക്കാൻ പോകുന്ന കുറേ ദിവസമായി കണ്ടിട്ട് നമുക്കിനി അവിയൽ പീയണിക്ക, വാഴയ്ക്ക, പിന്നെ പടവലങ്ങ, വഴുതലങ്ങ അതൊക്കെ ഇട്ടിട്ട് ക്യാരറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ അരിയണമല്ല, ചേമ്പും കിഴങ്ങാണ് ഇത്. ഉണ്ടായത് നന്നായി കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിയലിന് അരിക്കാനുള്ള സാധനങ്ങൾ ഇന്നും പറയാൻ പോകുന്നു. ഇപ്പോൾ പറയാം. തേങ്ങ, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് 5 മുളകാണ്, 5 മുളക്, പിന്നെ വെളുത്തുള്ളി, ജീരകം ഉണ്ടോ. മിക്സിയിൽ ഇടാൻ പോകുന്നു. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളിയും ജീരകവും, ഉള്ളി ഇട്ടു ഗൈസ്. ഇനി തേങ്ങ ഒന്ന് അരച്ചിട്ടൊന്ന് തേങ്ങ ഇട്ടു നമുക്ക്. നമ്മൾ അത് ഇത്ര പെട്ടെന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വീടിനെ അരിക്കാൻ പറ്റും. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കറിവേപ്പില ഇടാം. അരയ്ക്കാൻ പോകുന്നു. നമ്മളിത് ഒന്ന് ഇതാക്കി അരച്ചായി. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ അരപ്പിലോട്ട് ഉപ്പിടാൻ പോവാണ്. സോറി, അരപ്പിലല്ല ഗൈസ്, ഉപ്പാണ്. ഇത്രേ ഇട്ടിട്ടുള്ളൂ. ഇതൊന്ന് ഇല്ലാക്കി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അതെന്നു പറഞ്ഞാൽ ഇത് ലൈറ്റൊന്ന് എന്താ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പ് വയ്ക്കും. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് അടുപ്പിടാൻ പോകുന്നു. നമ്മളെ വിറകടുപ്പിലാണ് നമ്മൾ അവിയൽ വെച്ചത്. ഇനി നമ്മൾ നമ്മളെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. ഒഴിച്ചു ഉണ്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നോക്കാനാണ് പോകുന്നത്. നല്ല ചൂടാണ്. താറ്റയൊന്നും കണ്ടില്ല.